ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയ സ്വീകരിക്കുന്നയാളായിരുന്നു. അവിടുന്ന് സക്കാത്ത് ഭക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഹദിയ സ്വീകരിച്ചിരുന്നു. ഷുഐബയിൽ നിന്ന് അബൂ ഇസ്ഹാഖ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ദിഹിയത്തുൽ കൽബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 മേൽജോഡികൾ സമ്മാനിക്കുകയുണ്ടായി. 2 ഹുഫകൾ സമ്മാനിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിക്കുകയും അത് ധരിക്കുകയും ചെയ്തു. അപ്പോൾ സമ്മാനങ്ങൾ സ്വീകരിക്കാമെന്നതിന് നമ്മൾ ഈ കാര്യം കൂടി മനസ്സിലാക്കുക. അതോടൊപ്പം ഹുഫ ധരിക്കുകയും ചെയ്യാം എന്നതുകൂടി മനസ്സിലാക്കുക. ദിഹിയത്തുൽ കൽബി പ്രശസ്തനായ ഒരു സഹാബി വര്യനാണ്, കൽബ് ഗോത്രക്കാരൻ. ബദറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ യുദ്ധങ്ങളിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ഹിജ്റ 6 നടന്ന ബൈഅത്തു റുളുവാൻ ഉടമ്പടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ രൂപത്തിലാണ് അധികവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിരുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഷാമിൽ വെച്ച് ഇദ്ദേഹം മരിക്കുന്നത്. ഇതാണ് ആ സ്വഹാബിയെക്കുറിച്ചുള്ള രത്നച്ചുരുക്കം. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇദ്ദേഹം 2 ഹുഫകൾ സമ്മാനമായി നൽകി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചു, അത് ധരിക്കുകയും ചെയ്തു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.